മെയ് 19 തിങ്കളാഴ്ച 6 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ലോട്ടറി സൗഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും അനുഭവിച്ചു വന്നിരുന്ന 6 നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 6 നക്ഷത്രക്കാർക്കും ഈ മെയ് 19 ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മെയ് മാസത്തിൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അനുഗ്രഹഭാവം ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമായി വരുന്നതിനാലാണ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇടവം രാശിയിലെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സംക്രമണം ഈ നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമായാണ് വരുന്നത്. അതുപോലെ തന്നെ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം മെയ് 19 തിങ്കളാഴ്ച ഈ 6 നക്ഷത്രക്കാരിലും വളരെ അധികമായിരിക്കും. ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർക്ക് മെയ് 19 തിങ്കളാഴ്ച എന്ന് പറയുന്നത് ധനാഢ്യയോഗമാണ് കാണുന്നത്. അപ്രകാരം നോക്കുമ്പോൾ മെയ് 19 അപ്രതീക്ഷിതമായ ധനവരവുണ്ടാവുകയും ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുകയും ചെയ്തിട്ടുള്ള ഈ 6 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരുപോലെയുള്ള ഗുണകരമായ സ്വാധീനം കൊണ്ട് മെയ് 19 തിങ്കളാഴ്ച ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ പല മാറ്റങ്ങളും നടക്കുന്ന ഒരു സമയമാണ്. അതായത് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സൊക്കെ വിപുലീകരിച്ചെടുക്കുവാനായി ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യവും നിങ്ങൾക്ക് ഈ ഒരു ദിവസം തെളിയും. പ്രത്യേകിച്ച് മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു അത്ഭുതകരമായ പരിഹാരമായിരിക്കും ഈ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 9. അതിനാൽ തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന സമയത്തും മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും 9 എന്ന സംഖ്യയ്ക്ക് എപ്പോഴും മുൻഗണന നൽകുക. ഇനി രണ്ടാമതായി ശുക്രനും വ്യാഴവും അതിയായി സ്വാധീനം ചെലുത്തുന്നതിനാൽ മെയ് 19 തിങ്കളാഴ്ച ലോട്ടറി ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് 19 ലോട്ടറി ഭാഗ്യം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്ത ചില കാര്യങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അതുപോലെ തന്നെ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും ഉള്ള ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും വളരെ വലിയ ഒരു ഉന്നമനമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9. അതുകൊണ്ട് തന്നെ ലോട്ടറിയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന എല്ലാ സുപ്രധാന കാര്യങ്ങളിലും 9 എന്ന സംഖ്യയ്ക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ നൽകുവാൻ ഇടയാക്കും. അപ്പോൾ എന്തുകൊണ്ടും
മെയ് 19 എന്ന് പറയുന്നത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ശമിക്കുകയും അപ്രതീക്ഷിതമായ ഒരു ധനവരവ് നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായിട്ട് ഈ മെയ് മാസം 19 തീയതി തിങ്കളാഴ്ച വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം കൊണ്ട് ലോട്ടറി സൗഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ വിശാഖം നക്ഷത്രക്കാരാണ്. പ്രത്യേകിച്ച് വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില യാത്രകൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ ബിസിനസ്സിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള യോഗവും ഇതേ ദിവസം കാണുന്നുണ്ട്. മാത്രമല്ല ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് മെയ് 19 കഴിയുന്നതോടെ വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യവും വന്നിരിക്കുകയാണ്. വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്ന 1 എന്ന സംഖ്യയ്ക്ക് നിങ്ങൾ ഈ മെയ് മാസത്തിൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മാത്രമല്ല ഈശ്വരവിശ്വാസവും ഈശ്വരാധീനവും വളരെയധികം മുറുകെ പിടിക്കുവാനും നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈശ്വരാധീനം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗ്യത്തിൻ്റെ തുണയുള്ളതിനാൽ തന്നെ സർവ സമ്പത്തും ഈ മെയ് 19 തീയതിയോടെ കൈയെത്തിപ്പിടിക്കുവാൻ കഴിയും. ഇനി നാലാമതായി മെയ് 19 തീയതി തിങ്കളാഴ്ച ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ അതികാഠിന്യമേറിയ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും ഈ മെയ് 19 തീയതി നിങ്ങളുടെ തലവര തന്നെ മാറുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ലോട്ടറി സൗഭാഗ്യവും നിങ്ങൾക്ക് സിദ്ധിക്കുകയും ചെയ്യും. മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് 1, 3, 7, 8, 9 എന്നീ സംഖ്യകളാണ് ഭാഗ്യസൂചകമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയ് മാസത്തിൽ നിങ്ങൾ ഈ സംഖ്യകൾക്ക് അതിപ്രാധാന്യം നൽകുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യത്തിൻ്റെ തുണ അധികമായിരിക്കും. ഇനി അഞ്ചാമതായി ഈ മെയ് 19 തിങ്കളാഴ്ച ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം കൊണ്ട് ലഭിക്കുന്നത് ഒരേ ഒരു ഗുണകരമായ കാര്യം മാത്രമായിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ മെയ് 19 തീയതിയോടെ വളരെ വലിയ നേട്ടങ്ങൾ കാണുവാൻ നിങ്ങളാൽ കഴിയും. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളും കഷ്ടതകളും സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നെങ്കിലും ഇത് മഹാഭാഗ്യയോഗമാണ് തെളിഞ്ഞിരിക്കുന്നത്. അവിട്ടം നക്ഷത്രക്കാർ ഭാഗ്യസംഖ്യയായി പ്രാധാന്യം നൽകേണ്ടത് 8, 9 എന്നീ സംഖ്യകൾക്കാണ്. അതായത് നിങ്ങൾ ഈ അധ്യായം കാണുന്നത് മുതൽ ചെയ്യുന്ന പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ 8, 9 എന്ന സംഖ്യകൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുക. അതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും തന്നെ വേണം നിങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ കൂടുതൽ നല്ല ഫലങ്ങൾ ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി അവസാനമായി, അതായത് ആറാമതായി മെയ് 19 തിങ്കളാഴ്ച ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്
ഈ ഒരു സൗഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കർമ്മ മേഖലകളിലും വളരെ വലിയ ഒരു നേട്ടം കൈവരിക്കുവാൻ കഴിയുന്ന വളരെ ഗുണകരമായ കാര്യങ്ങളായിരിക്കും ഒരുങ്ങി വരുന്നത്. പ്രത്യേകിച്ച് ഒരു ഭവനമില്ലാതെ വളരെയധികം മനസ്സ് തകർന്നിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു വീട് സ്വന്തമാക്കുവാനുള്ള യോഗവും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹത്താൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായ 2 എന്ന സംഖ്യയ്ക്ക് വേണം നിങ്ങൾ പ്രാധാന്യം നൽകുവാൻ. അപ്പോൾ നിങ്ങളിലേക്ക് ഈ മഹാഭാഗ്യം വന്നെത്തുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെയും ദൃഢനിശ്ചയത്തോടു കൂടിയും ചെയ്താൽ അത്ര മതി. തീർച്ചയായും ഉയർച്ചകൾ നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.